പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഗലീലയിലെ കാനാവിലേക്ക് വരുന്നൊരു സംഭവം ഓർമ്മയുണ്ടോ? ആ കാനാവിലെ വീട്ടിലെ വിഷയമെന്ന് പറയുന്നത് അവിടെ വലിയ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, വിവാഹം. ഏറ്റവും കൂടുതൽ ജനം തിങ്ങിക്കയറുന്നത്, ആ ഭവനത്തിലേക്ക് വരുന്നത് രണ്ട് കാര്യങ്ങൾക്കാണല്ലോ. ഒന്ന് വിവാഹത്തിനും, രണ്ട് മരണത്തിനുമാണ്. ആ വിരുന്നു വീട്ടിലേക്ക് യേശുവും ശിഷ്യന്മാരും വരികയാണ്. ആ സ്ഥലത്ത് വീഞ്ഞ് തീർന്നു പോയതിൻ്റെ പേരിൽ അടുത്ത നിമിഷങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന ചിലവരുടെ പാവങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. യേശുവിൻ്റെ അടുക്കിലേക്ക് മറിയ ഓടി വന്ന് പറയുന്ന സംഭവം ഓർമ്മയുണ്ടോ? വീഞ്ഞ് തീർന്നുപോയി. ഇന്ന് പകൽ നിന്റെ വിഷയം എന്തുമാകട്ടെ, നീ യേശുവിനോട് നിന്റെ വിഷയം പറഞ്ഞാൽ സ്പോട്ടിൽ അതിന് വിടുതൽ നൽകുവാൻ യേശുവിന് കഴിയും. അവിടെ സംഭവിച്ചേക്കുന്ന കാര്യം ശ്രദ്ധിച്ചേ. അതിപ്രധാനമായ രൂക്ഷമായ ഒരു വിഷയം, ജനത്തിന് മുമ്പിൽ പരിഹാസമാകുന്ന വിഷയം, നിന്ദയാകുന്ന വിഷയം, എല്ലാവരുടെ മുമ്പിൽ തല കുനിക്കപ്പെടുന്ന വിഷയം. അതെ, ഇന്ന് പ്രഭാതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ തലകുനിക്കപ്പെടും, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടും എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അതിൻ്റെ മുഖത്ത് ഒരു മഹത്വം വെളിപ്പെടുന്ന പകലാണ്. അതെ, ഇന്ന് പകൽ നിന്റെ വിഷയം പലരുടെ മുമ്പിൽ തകർന്നു പോയി, നിന്ദാപാത്രമായി പരിഹസിക്കപ്പെട്ടു പോകും എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അതിൻ്റെ മുകളിൽ ഒരു മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. നീ ധൈര്യമായി നിൽക്കുക. നിന്റെ വിഷയത്തിൻ്റെ മേൽ ഒരു മഹത്വം വെളിപ്പെടുന്ന പകലാണ്. നീ ഭാരപ്പെട്ട വിഷയത്തിൻ്റെ മേൽ ഒരു മഹത്വം വെളിപ്പെടാൻ പോകുന്ന പകലാണ്. യേശു തൻ്റെ ശുശ്രൂഷയിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഇന്ന് പകൽ ശ്രദ്ധിക്കുക. ഇന്ന് പകൽ ഒരു മഹത്വത്തിൻ്റെ പകലാണ്. അതെ, നിന്റെ ജീവിതത്തിൽ ഒരു മഹത്വത്തിൻ്റെ പകൽ ഇന്ന് പകൽ വെളിപ്പെടും. വിശ്വസിക്കുക. ഗോഡ് ബ്ലസ് യു.